നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിഫറൻസിയേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഫംഗ്ഷനെ എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് തരുന്നത്. ഉദാഹരണത്തിന് y ഈക്വൽസ് ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് 4. ഇത് സാധാരണ എക്സ്പ്ലിസിറ്റ് ഫോമാണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ഫോമിൽ എപ്പോഴും നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലായിരിക്കും ഫംഗ്ഷൻ തരുന്നത്. നമ്മളിതിനെ ഓൾറെഡി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇംപ്ലിസിറ്റ് ഫോമിനകത്ത് ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കില്ല തരുന്നത്. എക്സും വൈയും വരുന്ന ഒരു ഇക്വേഷൻ ഇക്വേറ്റഡ് ടു 0 ഫോമിലായിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ, എക്സും വൈയും വരുന്ന എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഈക്വൽസ് ടു 0 ഫോം ആയിരിക്കും. ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് ടു 4 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഇംപ്ലിസിറ്റ് ഫോമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ എനിക്ക് ഇതിനെ എക്സ്പ്ലിസിറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. y is equals to root of 4 minus x square എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് y equal to f of x ഫോമിൽ. പക്ഷെ ചില ഇംപ്ലിസിറ്റ് ഫംഗ്ഷനുകളുണ്ട് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോമിൽ ആക്കാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ ക്യൂബ് വൈ റൈസ് ടു 4 ഈക്വൽസ് ടു 0. ഇതിനെ എനിക്ക് ഇതിൽ y കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇൻ ടേംസ് ഓഫ് x. അപ്പോൾ ഇവിടെ നിന്ന് y യുടെ വാല്യൂ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇൻ ടേംസ് ഓഫ് x. അപ്പോൾ ഇത് ഈ ഫംഗ്ഷന്റെ ഇംപ്ലിസിറ്റ് ഫോം മാത്രമാണ്. എക്സ്പ്ലിസിറ്റ് ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ഫംഗ്ഷനുകൾക്ക് നമുക്ക് ഇംപ്ലിസിറ്റ് ഫോം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫോമിൽ കിടക്കുന്ന ഫംഗ്ഷനുകളെ നമുക്ക് ഇംപ്ലിസിറ്റ് ഫോമിൽ വെച്ചുകൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത്തരത്തിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് y ക്യൂബ് ഈക്വൽസ് 0. ഇതൊരു ഫംഗ്ഷന്റെ ഇംപ്ലിസിറ്റ് ഫോം ആണ്. എനിക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ ഡയറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ആണ് ചെയ്യുന്നത്. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരും പ്ലസ് ഇവിടെ എക്സും വൈയും വരുന്നതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ x ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ y സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y into y യുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. y യുടെ ഡെറിവേറ്റീവ് ആണ് dy by dx. അപ്പോൾ y യുടെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഈ dy by dx കയറി വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y സ്ക്വയർ ആണ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ y ക്യൂബ് ആണ്, y ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ ഇൻടു y യുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് dy by dx ഈക്വൽസ് ടു 0. ഇനിയിപ്പോൾ dy by dx വരുന്ന ടേം മാത്രം നമ്മൾ ലെഫ്റ്റിൽ ഇടുന്നാൽ മതി. So ആദ്യത്തെ ടേം 3x squared പ്ലസ് ഇത് 2xy dy by dx പ്ലസ് y squared പ്ലസ് 3y squared dy by dx ഈക്വൽസ് 0. രണ്ട് ടേമിൽ dy by dx ഉണ്ട്. അപ്പോൾ അത് രണ്ടും ലെഫ്റ്റിൽ എഴുതുക. സോ 2xy dy by dx പ്ലസ് 3y squared dy by dx is equals to ബാക്കി രണ്ട് ടേമുകൾ റൈറ്റിലോട്ട് കൊണ്ടുപോകാം. സോ മൈനസ് 3x സ്ക്വയർഡ് മൈനസ് y സ്ക്വയർഡ്. ഇപ്പോൾ ഇതിൽ നമുക്ക് dy by dx കോമൺ എടുക്കാം. dy by dx കോമൺ എടുത്തു കഴിഞ്ഞാൽ 2xy പ്ലസ് 3y സ്ക്വയർഡ് is equals to മൈനസ് 3x സ്ക്വയർഡ് മൈനസ് y സ്ക്വയർഡ്. ഇതിൽ ഇപ്പോൾ dy by dx കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇതുകൊണ്ട് അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫൈനലി നമുക്ക് dy by dx കിട്ടും. dy by dx is equals to minus 3x squared minus y squared divided by 2xy plus 3y squared. So ഇതാണ് dy by dx. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ കൂടെ നോക്കാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ax plus by square equals to cos y. നമുക്ക് ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. a കോൺസ്റ്റന്റ് ആണ്, x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് b കോൺസ്റ്റന്റ് ആണ്, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻടു y യുടെ ഡെറിവേറ്റീവ് dy by dx ഈക്വൽസ് ടു cos y യുടെ ഡെറിവേറ്റീവ് മൈനസ് sin y ആണ്. സോ മൈനസ് sin y ഇൻടു y യുടെ ഡെറിവേറ്റീവ് dy by dx. ഇനി dy by dx ന്റെ ടെർമിനൽ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. സോ 2by dy by dx പ്ലസ് sin y dy by dx equals minus a right into minus a. അപ്പോൾ ഇതിന് dy by dx കോമൺ എടുക്കുക. സോ dy by dx into 2by plus sin y equals minus a. അപ്പോൾ ഇതിന് നമുക്ക് dy by dx കിട്ടും. dy by dx is equals to
minus a by 2by plus sin y ആയിരിക്കും dy by dx. അടുത്തൊരു എക്സാമ്പിളോടെ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ xy plus y squared equals tan x plus y. Again നമുക്ക് ആദ്യമേ മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് വരുന്നതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ x into derivative of second y ന്റെ ഡെറിവേറ്റീവ് dy by dx plus second function y into derivative of first x ന്റെ ഡെറിവേറ്റീവ് 1 plus y square derivative 2y into dy by dx equals to right side tan x ന്റെ ഡെറിവേറ്റീവ് sec squared x plus again y ന്റെ ഡെറിവേറ്റീവ് dy by dx. So dy by dx മൂന്ന് ടേമുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു മൂന്ന് പേരെ ലെഫ്റ്റിലോട്ട് എഴുതുക. സോ ഇത് x dy by dx, ഇത് പ്ലസ് 2y dy by dx, പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് dy by dx ഇവിടെ വരുമ്പോൾ മൈനസ് dy by dx ഈക്വൽസ് ടു റൈറ്റ് സൈഡ് sec സ്ക്വയർഡ് x ഉണ്ട്. ഇവിടെ നിന്ന് ഈ പ്ലസ് y അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് y. സോ ഇപ്പോൾ നമുക്ക് dy by dx കോമൺ എടുക്കാം ഇതിൽ. സോ dy by dx into x plus 2y minus 1 equals to sec squared x minus y. ഇപ്പോൾ ഇത് മൊത്തം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് dy by dx കിട്ടും. dy by dx is equals to sec squared x minus y divided by x plus 2y minus 1. So implicit function ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അതിനകത്ത് കുറേ സ്ഥലത്ത് dy by dx വരും. അതെല്ലാം കൂടെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. dy by dx കോമൺ എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അടുത്തത് നാലാമത്തത് x cube plus x square y plus xy square plus y cube equals 81. Okay, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x cube ന്റെ ഡെറിവേറ്റീവ് 3x square plus ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. രണ്ട് വേരിയബിളുകളുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ x square into y ന്റെ ഡെറിവേറ്റീവ് dy by dx plus second function y into derivative of first x square derivative 2x plus ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x into derivative of second y square derivative 2y dy by dx plus second function y square into derivative of first 1 plus y cube in the derivative 3y squared into dy by dx equals to right side 81 ന്റെ derivative 0. Okay, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇനി dy by dx ന്റെ ടേം എല്ലാം ലെഫ്റ്റിൽ ഇട്ടിരിക്കുക. സോ ഇവിടെ x square dy by dx ഉണ്ട്, പിന്നെ പ്ലസ് 2xy dy by dx, പിന്നെ ഒരു 3y square dy by dx ഈക്വൽസ് ബാക്കി എല്ലാ ടേമും റൈറ്റിലോട്ട് കൊണ്ടുപോകാം. സോ ഇത് റൈറ്റിൽ പോകുമ്പോൾ മൈനസ് 3x സ്ക്വയർ, ഈ ടേം റൈറ്റിൽ പോകുമ്പോൾ മൈനസ് 2xy, ഇത് റൈറ്റിൽ പോകുമ്പോൾ മൈനസ് y സ്ക്വയർ. ഓക്കെ, സോ ഇതിന്റെ dy by dx കോമൺ എടുക്കാം. dy by dx into x squared plus 2xy plus 3y squared equals minus പുറത്തെടുക്കുക minus 3x squared plus 2xy plus y squared. So dy by dx equals minus 3x squared plus 2xy plus y square whole divided by x square plus 2xy plus 3y square. അടുത്തത് ഡിഫറൻസിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിന്റെ ഹെൽപ്പ് വെച്ചിട്ട്
നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷന്റെ ഹെൽപ്പ് വെച്ചിട്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ചില ഫംഗ്ഷനുകളെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അത് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഫൈനലി ഒരു ഡിഫറൻഷിയേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക്കകത്ത് നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് sin 2 തീറ്റയുടെ വാല്യൂ, sin 2 തീറ്റ ഈസ് 2 sin തീറ്റ cos തീറ്റ. അതേപോലെ cos 2 sin 2 തീറ്റയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, 2 tan തീറ്റ ബൈ 1 പ്ലസ് tan സ്ക്വയർഡ് തീറ്റ. അതേപോലെ cos 2 തീറ്റയ്ക്ക് 4 ഫോർമുലാസ് ആണുള്ളത്. ഒന്ന് cos സ്ക്വയർഡ് തീറ്റ മൈനസ് sin സ്ക്വയർഡ് തീറ്റ, പിന്നെ ഒരെണ്ണം 1 മൈനസ് 2 sin സ്ക്വയർഡ് തീറ്റ, then 2 cos squared theta minus 1, finally 1 minus tan squared theta by 1 plus tan squared theta. ഇനി tan 2 theta ക്ക് ഒറ്റ ഫോർമുലയേ ഉള്ളൂ, tan 2 theta is equals to 2 tan theta by 1 minus tan squared theta. ഇതേപോലെ 3 theta ഫോർമുലാസ് ഉണ്ട്. sin 3 theta is equals to 3 sin theta minus 4 sin cube theta. അതേപോലെ cos 3 theta is equals to 4 cos cube theta minus 3 cos theta. അതേപോലെ tan 3 theta ക്ക് ഒരു ഫോർമുല ഉണ്ട്, tan 3 theta is equal to 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta. So ഈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിനെ സോൾവ് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സോൾവ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. tan inverse of differentiate tan inverse of 3x minus x cube by 1 minus 3x square. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഫോമിൽ വരുന്ന ടാനിന് എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടോ എന്ന്. 3x minus x cube by 1 minus 3x square ഫോമിൽ ഈ ഫോമിൽ വരുന്ന ഫോർമുല നമ്മൾ ഓർമ്മ എഴുതിയായിരുന്നു. 3 tan theta minus tan cube theta by 1 minus 3 tan square theta. അത് tan 3 theta എക്സ്പാൻഷൻ ആണ്. സോ ഇവിടെ എനിക്ക് x ന് പകരം tan theta എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ x ന് പകരം tan theta എന്ന് കൊടുക്കുക. x ന് tan theta കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? tan inverse 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta. So that is equals to tan inverse of tan 3 theta. Tan inverse of tan 3 theta എന്ന് വരും. That is equals to tan inverse പോയിട്ട് 3 theta എന്ന് വരും. ഇനി എന്താണ് തീറ്റ? നമ്മൾ x ന് പകരമാണ് tan theta എന്ന് കൊടുത്തത്. സോ theta is equals to tan പുറത്ത് വരുമ്പോൾ tan inverse of x എന്നാകും. അപ്പോൾ ഫൈനലി ഈ തീറ്റയുടെ വാല്യൂ എടുത്ത് ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ 3 into tan inverse x. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y equals to. സോ നമ്മൾ ഒന്നും ചെയ്തില്ല, ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കലിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുത്തതിന് ശേഷം ഫൈനലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx എന്ത് വരും? dy by dx will be equals to 3 tan inverse x. That is 3 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x squared ആണ്. So 3 by 1 plus x squared. Answer is 3 by 1 plus x squared. ഇതായിരിക്കും ഫൈനൽ ആൻസർ. രണ്ടാമത്തെ പ്രോബ്ലം, cos inverse y equals to cos inverse 1 minus x squared by 1 plus x squared. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും ആലോചിക്കുന്നത് cos inverse of cosന് ഇതുപോലത്തെ വല്ല ഫോർമുല ഉണ്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഫോർമുല cosനുണ്ട്. 1 minus tan square theta by 1 plus tan square theta ആണ്. cos 2 theta ഫോർമുലയാണത്. സോ x ന് പകരം നമ്മൾ tan theta യൂസ് ചെയ്താൽ ഇവിടെയും ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും ഞാൻ x ന് പകരം tan theta തന്നെ കൊടുക്കാം. സോ y equal to cos inverse of
1 minus tan square theta divided by 1 plus tan square theta എന്ന് വരും. That is equals to cos inverse of 1 minus tan square theta by 1 plus tan square theta എന്ന് പറയുന്നത് tan 2 theta sorry cos 2 theta ആണ്. cos 2 theta. അപ്പോൾ cos inverse ഉം cos ഉം പോയിട്ട് നമുക്ക് 2 theta എന്ന് വരും. ഇനി തീറ്റയുടെ വാല്യൂ കൊടുക്കുക. എന്താണ് തീറ്റ? x is equals to tan theta ആണ്. So theta equals to tan inverse of x ആയിരിക്കും. ആ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് വെക്കുക. So 2 tan inverse x. ഇപ്പോഴേ ഇത് സിംപ്ലിഫൈ ആയുള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് dy by dx കണ്ടുപിടിക്കാം. dy by dx is equals to 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. So final answer 2 by 1 plus x square എന്ന് വരും. അടുത്തത് y equals to 2 sin inverse 2x root 1 minus x squared minus 1 by root 2 less than x less than 1 by root 2. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇതേ ഫോമിൽ വരുന്ന എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. 2 കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ടേം ഉണ്ട്. സൈൻ ഇതുപോലെ ഒരു ഫോർമുല ഉണ്ട്. 2 sin theta cos theta എന്നൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഞാൻ x ന് പകരം sin theta എന്ന് കൊടുത്താൽ എന്ത് പറ്റും? x ന് പകരം sin theta എന്ന് കൊടുത്താൽ ഇതപ്പം റൂട്ട് ഓഫ് 1 മൈനസ് sin സ്ക്വയർ theta എന്നാവും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് sin സ്ക്വയർ theta എന്ന് പറയുന്നത് cos സ്ക്വയർ theta ആണ്. സോ റൂട്ട് സ്ക്വയറും പോയിട്ട് cos theta എന്ന് വരും. സോ ഇത് 2 sin theta cos theta എന്ന് പറയും. x ന് പകരം sin theta കൊടുത്തു കഴിഞ്ഞാൽ അത് 2 sin theta cos theta എന്നാകും. അതിന് ഓൾറെഡി നമുക്ക് ഫോർമുല ഉണ്ട്. sin 2 theta എക്സ്പാൻഷൻ ആണ് അത്. സോ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. x ന് പകരം ഞാൻ sin theta എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ റൂട്ട് ഓഫ് 1 മൈനസ് x സ്ക്വയർ cos theta ആകും. സോ ഇത് y equals to 2 sin inverse 2 sin theta cos theta. That is equal to 2 sin inverse sin 2 theta. Sin inverse sin theta theta ആയിപ്പോൾ. So ഇത് 2 into 2 theta. That is equals to 4 theta. ഇനി തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. തീറ്റ എന്താണ്? x ന് നമ്മൾ sin theta എന്ന് കൊടുത്തു. സോ തീറ്റ എന്ന് പറയുന്നത് sin inverse of x ആയിരിക്കും. So 4 into sin inverse of x. So ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dy by dx കാൽക്കുലേറ്റ് ചെയ്യാം. So dy by dx is equals to 4 into sin inverse x ന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square. So answer is 4 by root of 1 minus x square എന്ന് പറഞ്ഞു വരും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. y equals to sec inverse of 1 by 2x squared minus 1 0 less than x less than 1 by root 2. ഓക്കെ, നോക്കാം. ഇവിടെയും നമുക്ക് x ന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരു 1 by കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ 1 by cos theta വന്നാലേ ഇത് sec theta-യിലോട്ട് പോകുള്ളൂ. സോ ഇതിനെ എങ്ങനെയെങ്കിലും cos-ലോട്ട് ആക്കണം. അപ്പോൾ ഇതുപോലത്തെ cos-ന്റെ വല്ല ഫോർമുല ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരെണ്ണം ഉണ്ട്. 2 cos square theta minus 1 എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. സോ x ന് ഞാൻ cos theta എന്ന് തന്നെ കൊടുക്കുക. x ന് cos theta എന്ന് കൊടുക്കുക. സോ ഇത് sec inverse of 1 by 2 cos squared theta minus 1 എന്ന് വരും. That is sec inverse of 1 by 2 cos squared theta minus 1 എന്ന് പറയുന്നത് cos 2 theta ആണ്. സോ ഇപ്പോൾ 1 by cos 2 theta എന്ത് വരും? sec 2 theta വരും. സോ sec inverse sec 2 theta എന്ന് വരും. സോ sec inverse sec 2 theta എന്താണ്? സോ y is equals to sec ഉം sec inverse ഉം പോയിട്ട് 2 theta എന്ന് വരും. ഇനി തീറ്റ എന്തുവാ? തീറ്റ എന്ന് പറയുന്നത് tan തീറ്റ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തത്? x ന് cos theta എന്നാണ് കൊടുത്തത്. സോ തീറ്റ will be cos inverse of x. So that is 2 into theta ക്ക് പകരം cos inverse of x. ഇനി എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? So dy by dx is equals to 2 into cos inverse of x ന്റെ ഡെറിവേറ്റീവ് minus 1 by root of 1 minus x square. So final answer minus 2 by root of 1 minus x square. ആയിരിക്കും ഫൈനൽ ആൻസർ.